ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ജനുവരി 20, വിശുദ്ധ സെബസ്ത്യാനോസ്. പരിശുദ്ധ മറിയവും യൗസേപ്പിതാവും കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ വണങ്ങുന്ന വിശുദ്ധരിൽ ഒരാളാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. കേരളത്തിലെ നിരവധി ദേവാലയങ്ങൾ ഈ വിശുദ്ധന്റെ മധ്യസ്ഥതയിലുള്ളതാണ്. റോമൻ സേനയിലെ വെറുമൊരു പടയാളിയായിരുന്ന സെബാസ്റ്റ്യൻ ലോകമെങ്ങും അറിയപ്പെടുന്ന വിശുദ്ധനായി മാറിയ കഥ ഏതൊരാളെയും വിശുദ്ധ ജീവിതം നയിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. സെബാസ്റ്റ്യൻ വളരെ സമ്പന്നമായ ഒരു റോമൻ കുടുംബത്തിലെ അംഗമായിരുന്നു. മിലാനിലായിരുന്നു വിദ്യാഭ്യാസം. പഠനം പൂർത്തിയാക്കി റോമൻ സൈന്യത്തിൽ ചേർന്നു. ചക്രവർത്തിയുടെ പ്രിയപ്പെട്ട സൈനികരിൽ ഒരാളായി മാറാൻ സെബസ്ത്യാനോസിന് കഴിഞ്ഞു. ക്രൈസ്തവ പീഡനകാലം തുടങ്ങിയതോടെയാണ് സെബാസ്റ്റ്യൻ ചക്രവർത്തിയുമായി അകന്നത്. സൈനിക ജീവിതം അവസാനിപ്പിക്കുവാൻ അദ്ദേഹം തയ്യാറായില്ല. പീഡനങ്ങൾ അനുഭവിക്കുന്ന ക്രൈസ്തവരെ സഹായിക്കുവാൻ സൈനികൻ എന്ന നിലയിലുള്ള തന്റെ അധികാരങ്ങൾ സഹായിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ക്രിസ്തുവിൽ വിശ്വസിച്ചതിന്റെ പേരിൽ തടവിലാക്കപ്പെട്ടവരെ സെബസ്ത്യാനോസ് സന്ദർശിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. ദരിദ്രരെ സാമ്പത്തികമായി സഹായിക്കുവാനും രോഗികളെ സന്ദർശിക്കുവാനും അദ്ദേഹം എപ്പോഴും ശ്രമിച്ചു. അങ്ങനെയിരിക്കെ മാർക്കസ് എന്നും മർസലിനസ് എന്നും പേരുള്ള 2 ക്രൈസ്തവ വിശ്വാസികൾ തടവിലാക്കപ്പെട്ടു. ക്രൂരമായ പീഡനങ്ങൾക്കൊടുവിൽ യേശുവിനെ തള്ളിപ്പറയുവാനും അതുവഴി തടവറയിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാനും അവർ സമ്മതിച്ചു. എന്നാൽ ഇതറിഞ്ഞ സെബസ്ത്യാനോസ് ഇവരെ ഉപദേശിച്ചു. യേശുവിനെ തള്ളിപ്പറയുന്നതിനെ പറ്റി ചിന്തിച്ചു പോയതിൽ അവർ പശ്ചാത്തപിച്ചു. തടവറയിൽ കാവൽ നിന്നിരുന്ന മറ്റൊരു സൈനികന്റെ ഭാര്യ ഊമയായിരുന്നു. സെബസ്ത്യാനോസ് ഈ സ്ത്രീയെ വിളിച്ച് അവളുടെ നെറ്റിയിൽ കുരിശു വരച്ചു. ഇതോടെ അവൾക്ക് സംസാരശേഷി തിരിച്ചു കിട്ടി. ഈ അത്ഭുതത്തിന് സാക്ഷിയായ 20ഓളം സൈനികരും റോമൻ ഗവർണറും അപ്പോൾ തന്നെ യേശുവിൽ വിശ്വസിച്ച് ക്രൈസ്തവ മതം സ്വീകരിച്ചു. ക്രൈസ്തവ വിരോധികളായ ചിലർ സെബസ്ത്യാനോസിന്റെ അത്ഭുത പ്രവൃത്തികൾ ചക്രവർത്തിയുടെ മുന്നിൽ എത്തിച്ചു. ക്രൈസ്തവനാകുക എന്നത് മരണം ഉറപ്പാക്കുന്ന ശിക്ഷയായിരുന്നു അന്ന്. ചക്രവർത്തി സെബസ്ത്യാനോസിനോട് ജുപ്പിറ്റർ ദേവനെ ആരാധിക്കുവാൻ കൽപ്പിച്ചു. ക്രിസ്തുമതം ഉപേക്ഷിച്ചാൽ പല പദവികളും നൽകാമെന്നും ധാരാളം പണം സമ്പാദിക്കാമെന്നും പ്രലോഭനങ്ങളുണ്ടായി. സെബസ്ത്യാനോസ് വഴങ്ങിയില്ല. ഒടുവിൽ ചക്രവർത്തി മരണശിക്ഷയ്ക്ക് സെബസ്ത്യാനോസിനെ വിധിച്ചു. സെബസ്ത്യാനോസിനെ ഒരു മരത്തിൽ ബന്ധിച്ച ശേഷം പടയാളികൾ അദ്ദേഹത്തിന്റെ നേരെ അമ്പുകൾ എയ്തു. ദേഹം മുഴുവൻ അമ്പുകൾ കുത്തിയിറങ്ങി. ഒടുവിൽ അദ്ദേഹത്തിന്റെ കണ്ണുകൾ അടഞ്ഞു. സെബസ്ത്യാനോസ് മരിച്ചുവെന്ന് കരുതി സൈനികർ സ്ഥലം വിട്ടു. ക്രൈസ്തവ വിശ്വാസിയായ ഒരു സ്ത്രീ രഹസ്യമായി അദ്ദേഹത്തിന്റെ മൃതദേഹം എടുത്ത് അടക്കം ചെയ്യാനായി വന്നു. വിശുദ്ധൻ മരിച്ചിട്ടില്ലെന്ന് കണ്ടെത്തി അവർ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. എന്നാൽ ഈ സംഭവം ഉടൻ തന്നെ ചക്രവർത്തിയുടെ ചെവികളിലെത്തി. അദ്ദേഹം ഒരു ഇരുമ്പ് വടി ഉപയോഗിച്ച് വിശുദ്ധനെ കൊല്ലാൻ ഉത്തരവിട്ടു. അപ്രകാരം വലിയ ഒരു ഇരുമ്പുലക്ക കൊണ്ടുള്ള അടിയേറ്റ് വിശുദ്ധൻ മരണം ഏറ്റുവാങ്ങി. ഇന്നേ ദിവസം എല്ലാ തിന്മകളിൽ നിന്നും അകന്നു നിൽക്കുവാനായി വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മധ്യസ്ഥം വഴി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.